ഹജ്ജ് തീർത്ഥാടനത്തിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി പരാതി. കണ്ണനല്ലൂർ കുളപ്പാടത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ഷാജിയാണ് നിരവധി പേരിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഹജ്ജ് തീർത്ഥാടനത്തിന് ആളിനെ കൊണ്ടുപോകുന്ന കൊല്ലത്തെ ഒരു ട്രാവൽ ഏജൻസിയുടെ ഏജന്റാണെന്ന് പരിചയപ്പെടുത്തിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. 2.5 ലക്ഷം രൂപ വീതം 56 പേരിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. സെപ്റ്റംബർ 18 മുതൽ 25 വരെയുള്ള തീയതികളിൽ കേരളത്തിൽ നിന്നും മെക്കയിൽ എത്തിക്കാമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പണം നൽകിയവർ യാത്രയ്ക്ക് തയ്യാറായി ഷാജിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. തുടർന്ന് ഷാജി വാടകയ്ക്ക് താമസിക്കുന്ന കുളപ്പാടത്ത് അന്വേഷിച്ചപ്പോൾ കുടുംബസമേതം നാടുവിട്ടതായി അറിയാൻ കഴിഞ്ഞത്. അപ്പോഴാണ് തട്ടിപ്പ് വിശ്വാസികൾ അറിഞ്ഞത്. ടിക്കറ്റിന്റെ കാര്യങ്ങൾ അതായിരുന്നു പ്രശ്നം പറഞ്ഞിരുന്നത്. അപ്പൊ ആ ടിക്കറ്റിന്റെ കാര്യങ്ങൾ ശരിയാക്കി നിങ്ങളെല്ലാം കയറ്റി അയക്കും, അതും അല്ലെങ്കിൽ ഈ പൈസ കുറവ് ചെയ്ത് 43 പേരെ കയറ്റി അയക്കാമെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് ഞങ്ങൾ ഈ ഷാജഹാൻ കൊല്ലത്തിനെ വിളിച്ചപ്പം അയാളെ മൊബൈൽ എടുക്കുന്നത് ഈ സുൽഫീഖറാണ്. ഒരു ദിവസം വിളിച്ചു, അടുത്ത ദിവസമായപ്പോൾ അത് സ്വിച്ച് ഓഫ്. പിന്നെയും ഞങ്ങൾ ഈ സുൽഫീഖറിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എങ്ങനെയായാലും നിങ്ങൾ 29-ാം തീയതി കയറി പോകുമെന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. അന്ന് അതായത് ഇന്നലെ രാത്രി സുൽഫീഖർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അതിനു മുമ്പ് തന്നെ ആലപ്പുഴയിൽ നിന്നുള്ള കുറെ ഹാജിമാരുടെ ബന്ധുക്കൾ ഞങ്ങളെ വീട്ടിൽ എത്തിയിരുന്നു. അപ്പോൾ സുൽഫീഖറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ് 33 ലക്ഷം രൂപ കൊടുക്കണം, ആ 33 ലക്ഷത്തിന് വേണ്ടി ഞങ്ങൾ കുറെ സ്വർണവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ സുൽഫീഖറിന്റെ വീട്ടിൽ പോയപ്പം അവിടുത്തുള്ളവർ ഞങ്ങളെ ചീത്ത വിളിച്ചെന്ന് വരെ വേണമെങ്കിൽ പറയാം. ഹാജിമാരാണ് 2.5 ലക്ഷം രൂപ വീതം കൊടുത്തത്. അവരെ കയറ്റി അയക്കാൻ വയ്യാതെ അവരെ വെറും പട്ടികളെ കണക്കാണ് അവർ കണക്കാക്കിയിരുന്നത്. ഷാജി ട്രാവൽസിലെ പാർട്ണറാണെന്ന് പരിചയപ്പെടുത്തിയ കിളിയല്ലൂർ സ്വദേശി സുൽഫിയെ പണം നഷ്ടപ്പെട്ടവർ പിടികൂടി കമ്മീഷൻ ഓഫീസിൽ ഏൽപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ദേബേഷ് കുമാർ ബെഹ്റ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കിളിയല്ലൂർ പോലീസിനെ ചുമതലപ്പെടുത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഷാജിയുടെ മൊബൈൽ ഫോണും ഹജ്ജിന് കൊണ്ടുപോകുന്നവരുടെ പേരും വിവരങ്ങളും സുൽഫിയുടെ പക്കൽ നിന്ന് ലഭിച്ചു. കൂടാതെ ഷാജി 10 ലക്ഷം രൂപ തന്നെ ഏൽപ്പിച്ചിരുന്നതായും സുൽഫി പോലീസിനോട് പറഞ്ഞു. ഇവർ പറയുന്ന ട്രാവൽസിനെ കുറിച്ചും സംഭവത്തിൽ കണ്ണികളായിട്ടുള്ളവരെ കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുൽഫിയെ പോലീസ് ചോദ്യം ചെയ്തു വരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.